ഹായ് വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ ബീഡ്സ് കണ്ട ഇത് വെച്ചിട്ടേ രാധുവിന്റെ ഫ്രണ്ട്സിന് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി ഗേൾസിന് വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ആണല്ലോ എത്ര പേര് ആ വീഡിയോ കണ്ടുവരുന്ന ഒരു യെസ് എന്ന് കമന്റ് ചെയ്തോളൂട്ടാ. അപ്പൊ അതാ ഞാൻ ബോയ്സിന് വേണ്ടിയിട്ട് എന്തുണ്ടാക്കും എന്ന് കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഒന്നും സെറ്റ് ആവുണ്ടായിരുന്നില്ല. ലാസ്റ്റ് എനിക്ക് ഇങ്ങനെ തോന്നി കരിമണിയും ഈ വിളയും വെച്ചിട്ട് ഉണ്ടാക്കാന്ന്. അങ്ങനെ ഞാൻ കരിമണി ബീഡ്സ് വെച്ച് കോർത്തു, എന്റെ സെന്ററിലായിട്ട് ഈ വിളയി കോർത്ത് ബാക്കി ബീഡ്സ് കൂടി കോർക്കാണ്. അപ്പൊ ഞാനിങ്ങനെ ഈ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുമ്പോ ആലോചിക്കുകയാണേ, രാധു ഇങ്ങനെ അവളുടെ ഒരു മെന്റാലിറ്റിനെ കുറിച്ച്. അവള് അവളെ കുറിച്ച് മാത്രമല്ലല്ലോ ആലോചിക്കുന്നത്, അവളുടെ ഫ്രണ്ട്സിനെ കുറിച്ചും കൂടി ആലോചിക്കുന്നുണ്ടല്ലോ എന്ന് എനിക്കത് അതിശയമായിട്ട് തോന്നി. അവളുടെ പ്രായത്തിലൊന്നും എനിക്ക് ഇങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയാൽ സന്തോഷം, പക്ഷെ ഫ്രണ്ട്സിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കൺസിഡർ ചെയ്തിട്ട് അവരുടെ സന്തോഷം കാണണം, അങ്ങനെയൊന്നും എനിക്ക് ഒരു ചിന്താഗതി ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ ഈ പ്രായത്തിൽ തന്നെ അവൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോ ഫ്രണ്ട്സിനെ കൂടി ഒപ്പം കിട്ടണം എന്ന് ആലോചിക്കുന്നുണ്ടല്ലോ. അതെനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താ? കുട്ടികൾ ഇങ്ങനെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ വന്ന് പറയുമ്പോൾ നമ്മളത് യെസ് എന്നാണ് പറയേണ്ടത്, അതാ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അവർക്ക് വിഷമാവാത്ത വിധത്തിൽ നോ മോളെ നമുക്ക് പിന്നെ നോക്കാം അല്ലെങ്കിൽ പിന്നെ ആവട്ടെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാണോ വേണ്ടത്? ഇതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞോളൂട്ടെ കമന്റില്. പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന അമ്മമാരും അച്ഛന്മാരും എന്റെ അടുത്തൊന്ന് പറഞ്ഞോളൂട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത്. അപ്പൊ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ആ അഭിപ്രായം കൂടി അറിയാൻ വേണ്ടിയിട്ടാ. അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു കുറെ മുന്നേ തൊട്ട്. അപ്പൊ എന്തായാലും സ്കൂൾ തുറക്കല്ലേന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ചെയ്യാമെന്ന്. അപ്പൊ ഇവര് ഗിഫ്റ്റിനെ കുറിച്ച് ആലോചിച്ചപ്പോ നമുക്ക് ഒരുപാട് കോസ്റ്റ്ലി ആവാണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ആദ്യം ഞാൻ ആലോചിച്ചത്. പിന്നെ ഞാൻ ആലോചിച്ചത് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം മേടിച്ച് പിള്ളേർക്ക് ഇപ്പൊ ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു ടോയ് മേടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈസി ആയിട്ട് നടക്കുന്ന കാര്യമാണ്. ടോയ് മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാൻ വളരെ ഈസി ആയിട്ട് പണി കഴിയും. പക്ഷെ അതിനേക്കാളൊക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി നമ്മൾ നമ്മുടെ സ്വന്തം കൈ കൊണ്ട് നമ്മുടെ മക്കൾക്കും അവരുടെ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ ആദ്യം ഗേൾസിന് വേണ്ടിയിട്ടുള്ളത് മാത്രം വിചാരിച്ചത്. പിന്നെ അവള് പറഞ്ഞു ബോയ്സിന് വേണം, പിന്നെ പറഞ്ഞു ടീച്ചർക്ക് വേണം. പിന്നെ ഇപ്പൊ അവളത് കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അത് എനിക്ക് നടത്താൻ പറ്റിയിട്ടില്ല. അവളുടെ ആയക്കും കൂടി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നത് അതുകൂടി ഒന്ന് ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്നെ പറഞ്ഞ് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പൊ ഇതെങ്ങനെ ഇന്ത്യ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂട്ടാ. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ യെസ് എന്നോ അല്ലെങ്കിൽ ഒരു ഹാർട്ടോ കമന്റ് ചെയ്യണം. നമ്മളിതാ ഇത്രത്തോളം ബ്രേസ്ലെറ്റ് ആട്ടോ ബോയ്സിന് വേണ്ടി ഉണ്ടാക്കിയത്. ഇനി എന്റെ അടിപൊളിയായില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് പറയണ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.